ആക്രമിച്ച കേസിൽ അതിജീവതയുടെ പേര് വെളിപ്പെടുത്തി വീഡിയോ ചെയ്തതിൽ ഇന്ന് കേസ് എടുത്തേക്കും. കേസിൽ ശിക്ഷിക്കപ്പെട്ട മാർട്ടിൻ്റെതാണ് വീഡിയോ. കേസിൽ ദിലീപിന് പങ്കില്ലെന്ന് വീഡിയോയിൽ മാർട്ടിൻ പറയുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, മാർട്ടിൻ എന്നുള്ളത് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിലെ പ്രതിയാണ്. ഇയാൾ ഈ വെളിപ്പെടുത്തൽ നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയിരുന്നു. അത് ദിലീപിനെ വെള്ളപൂശാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയുള്ള വിമർശനം ഉയർന്നതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളിലേക്ക് ഇയാൾക്ക് കടക്കേണ്ടി വരുമെന്നുള്ളതാണോ? തീർച്ചയായിട്ടും രഞ്ജിത്ത്, അതിന് കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും അതിജീവിതയുടെ പേര് നിരന്തരം ഈ പേര് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ആവർത്തിച്ച് അവരുടെ പേര് തന്നെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അത് നിയമ നടപടി നേരിട്ടേ കഴിയുള്ളൂ. നമുക്കറിയാം, കേസിൽ പ്രതിയായിട്ട് ഇപ്പോൾ പ്രതിയായി ശിക്ഷാ നടപടികൾ നേരിടാൻ തയ്യാറെടുക്കുന്ന ഒരാൾ കൂടിയാണ്. അത് മാത്രമല്ല, ഇയാളുടെ ഈ നടിയെ ആക്രമിച്ചതിന്റെ കേസിന്റെ പശ്ചാത്തലം എന്താണ് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വിശദീകരണവുമായിട്ടാണ് മാർട്ടിൻ രംഗത്ത് എത്തിയിട്ടുള്ളത്. നേരത്തെയും നമുക്കറിയാം, ഇത്തരത്തിൽ മഞ്ജു വാര്യരും ശ്രീകുമാർ മേനോനും നടൻ ലാലും രഞ്ജിത്ത് അംബിഷനും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കൊട്ടേഷൻ ആയിരുന്നു എന്നുള്ള തരത്തിൽ നേരത്തെയും മാർട്ടിൻ ഈ കേസിന്റെ ആദ്യഘട്ടത്തിലുമൊക്കെ ആദ്യമായി വിശദീകരിച്ചിരുന്നു. അത് മാത്രമല്ല, ആ സമയത്ത് DGP ലോക്നാഥ് ബെഹ്റയും ഇതിൽ ഇടപെട്ടിരുന്നു. യതീഷ് ചന്ദ്ര IPS ആ സമയത്ത് എത്തി മാർട്ടിന്റെ മൊഴി എടുക്കാൻ കൊണ്ടുവരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും ഈ വീഡിയോയിൽ ആവർത്തിക്കുന്നുണ്ട് മാർട്ടിൻ. അതേസമയം എനിക്ക് തോന്നുന്നത് അന്വേഷണ സംഘം ഈ കാര്യത്തിൽ മാർട്ടിനെ മുഖവിലേക്ക് എടുത്തിരുന്നില്ല എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. മാർട്ടിൻ ആയിരുന്നു അന്ന് നടിയുടെ വാഹനം ഓടിച്ചിരുന്നത്. അത് മാർട്ടിൻ നേരത്തെ തന്നെ നടൻ ലാലിന്റെ ഡ്രൈവറുമായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ നേരത്തെ ഇത്തരത്തിലുള്ള, അതായത് കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിൽ ശിക്ഷ 5 വർഷത്തോളം അനുഭവിച്ച ആളാണ്. അതിനുശേഷം സുപ്രീം കോടതി ഇടപെട്ടാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ ആണ് മാർട്ടിൻ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുമായി നടത്തിയത്. ഇതിനും പിന്നിൽ നടിയും അതുപോലെ മഞ്ജു വാര്യരും ഒക്കെ ആണ് എന്നുള്ള തരത്തിൽ അവർ നൽകിയൊരു പ്ലാനാണ്. ദിലീപിനെ തകർക്കണം എന്നുള്ള ഒരു പ്ലാനോട് കൂടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു പദ്ധതിയുടെ ബാക്കി പത്രമാണ് ഈ നടിയെ ആക്രമിച്ച കേസ് എന്നുള്ള തരത്തിലേക്ക് വന്നത് എന്നുള്ളതാണ് മാർട്ടിന്റെ വെളിപ്പെടുത്തൽ. ആ വെളിപ്പെടുത്തൽ വീണ്ടും ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മാർട്ടിന്റെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ വീഡിയോ കൂടുതൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ നടിയുടെ പേര്, അതിജീവിതയുടെ പേര് ആവർത്തിച്ച് പറയുന്നു എന്നുള്ളതാണ്. അത്തരം സാഹചര്യങ്ങളിലെല്ലാം നിയമ നടപടികൾ ഉണ്ടായിട്ടുമുണ്ട്. അതിജീവിത അങ്ങനെ തന്നെയാണ് അവരുടെ ഐഡന്റിറ്റിയും പേരും വെളിപ്പെടുത്താനുള്ള സാഹചര്യം നിലവിൽ നമ്മുടെ നിയമ സംവിധാനങ്ങൾ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട് മാർട്ടിനെതിരെ കേസെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിൽ നടപടി വേണമെന്ന് അതിജീവിത മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു സാഹചര്യമുണ്ട്. ദിലീപിന് ഈ കേസിൽ പങ്കില്ല എന്നാണ് മാർട്ടിൻ വീഡിയോയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്. മാത്രമല്ല, വിചാരണ കോടതിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകാനിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നടി തനിക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള സാഹചര്യവും, അല്ലെങ്കിൽ ഇത്രയും കാലം താൻ അനുഭവിച്ച നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും ഒന്നും ഒടുവിൽ നീതി നിഷേധമാണ് ലഭിച്ചതെന്ന് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടു പറയുകയും അത് സർക്കാർ ഒപ്പമുണ്ടെന്നും മുഖ്യമന്ത്രി അതിജീവിതയ്ക്ക് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളാണ് മാർട്ടിൻ. നമുക്കറിയാം, ഈ വീഡിയോയ്ക്കെതിരെയും നടപടി വേണമെന്നും അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ അതിജീവിതയുടെ പേരടക്കം വെളിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് നമുക്കറിയാം സമൂഹമാധ്യമങ്ങളിൽ അങ്ങനെയാണ് ആ വീഡിയോ പ്രചരിക്കുന്നത്. ഇത് പരിശോധിച്ച് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ശരി, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.